അപ്പോൾ ഹലോ ഗൈസ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഓൾഡംബുർഗിയിൽ നിന്ന് നമ്മൾ ബ്രഹ്മനിലേക്കുള്ള ആറിയിൽ ഇരിക്കുകയാണ്. എന്ത് പറയാനാ എന്ത് പറയാനാ അപ്പം നമ്മളിത് ബ്രഹ്മനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അതേന്ന് ബ്രഹ്മനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗൈസ്, എൻ്റെ ഒരു മൈക്കടിച്ചു പോയി. എൻ്റെ കയ്യിൽ 2 മൈക്ക് ഉണ്ടായിരുന്നു. ഈ ഹോളി ലാൻഡിൻ്റെ പുതിയത് മേടിച്ചാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള. അതിൽ ഒരെണ്ണം കഴിഞ്ഞ ദിവസം ഞാൻ കുക്കിംഗ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഷർട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാറ്റാൻ മറന്നുപോയി. വാഷിംഗ് മെഷീൻ അലക്കി സംഭവം ഡെഡായി. 2 പ്രാവശ്യം അലക്കി. അപ്പോൾ അത് പോയി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മൈക്കുള്ളപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ബ്രഹ്മണിയിൽ നിന്ന് നേരെ ഒരു ഐസിക്ക് ഫ്രാങ്ക്ഫൂട്ടിലോട്ടാണ്. ഇപ്പോൾ സമയം ഇവിടെ 8:10 വൈകുന്നേരം. ഞങ്ങൾ നാളെ വെളുപ്പിന് 6:30 ആകുമ്പോഴാണ് ഫ്രാങ്ക്ഫൂട്ടിലെത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? കഴിച്ച് ഞങ്ങൾക്കിപ്പോൾ 3 പെട്ടി ഉണ്ടാവും. ഒരു പെട്ടി ഇതേ ഇരിക്കുന്നു, ഒരു പെട്ടി കുഞ്ഞു പെട്ടി മുകളിലിരിക്കുന്നു, പിന്നെ ഒരു പെട്ടി ഈ സീറ്റിൻ്റെ പുറകിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ 2 പെട്ടിയും ഞാൻ വേണം പിടിക്കാൻ. കഴിച്ച് നമ്മളപ്പോൾ ബ്രഹ്മൻ ബാൻഹോഫ് എത്താറായി. പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. പെട്ടിയൊക്കെ ഇറക്കിയിട്ട് കാണാം. പെട്ടി ഇറക്കണതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ സീനാണ്. ഇത്രയും വലിയ പെട്ടിയാണ്. അതുകൊണ്ട് പൈസ അപ്പം നമ്മളത് ബ്രഹ്മൻ ബാൻഹോഫ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടികളൊക്കെ അതേ അടുത്തേക്ക് എടുത്ത് വെച്ച് എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് പറയുക, നമ്മളിത് 2ാമത്തെ പ്രാവശ്യമാണ് ഫ്രാങ്ക്ഫൂട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊച്ചിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒമാൻ എയർവേസിലാണ് പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല സർവീസ് ആയിരുന്നു അവിടെ. ഇത് എത്തിഹാദാണ് ഈ പ്രാവശ്യം. ഒരു മൊത്തം പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആദ്യമായിട്ട് എത്തിഹാദിൽ പോകുന്നത്. അപ്പോൾ ഇനി ബ്രഹ്മനെ ഇറങ്ങിയിട്ട് കാണാൻ പോകും. അപ്പോൾ നമ്മളിത് പെട്ടിയൊക്കെ ഇറക്കി ബ്രഹ്മൻ ബാൻഹോഫിൽ ഇറങ്ങിയിട്ടാ. ബ്രഹ്മനാണ് ജർമ്മനിയിലെ 16 ബുണ്ടസ്ലാൻഡിൽ ഏറ്റവും പൂറസ്റ്റ് ആയിട്ടുള്ള ബുണ്ടസ്ലാൻഡ്. അത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പം നമ്മളിപ്പോൾ ആ ബുണ്ടസ്ലാൻഡിൻ്റെ ബാൻഹോഫിലാണ് നിൽക്കുന്നത്. ഗൈസ്, അപ്പം നമ്മുടെ പ്ലാൻ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. നമ്മൾ പെട്ടിയൊക്കെ ഇറക്കി. ഇനി നമ്മളിവിടെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് വഴി താഴ്ത്ത് പോകണം. പ്ലാറ്റ്ഫോം 9 നമ്മുടെ IC വന്നത്, ICE. അപ്പോൾ അത് ഞാൻ നിങ്ങൾ ഇല്ലില്ല, ഞാൻ വിട്ടിക്കോളാം. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ ഈ ലിഫ്റ്റ് വഴി പോകണം. എല്ലാ ബാൻഹോഫിലും ഇങ്ങനെ ലിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക, ലിഫ്റ്റിൽ പോവുക, താഴ്ത്തെത്താൻ. പ്ലാറ്റ്ഫോം 1 നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയത്. പിന്നെ 9 വേണം നമുക്ക് പോകാൻ. നമ്മളിതാ ലിഫ്റ്റിൽ താഴത്തേക്ക് പോകുന്നു. പൈസ അപ്പോൾ സ്കാൻ ചെയ്ത് അവർക്ക് എന്തോ കമ്മലൊക്കെ മേടിക്കണം എന്ന് പറയും. ഇവിടെ കണ്ടൊരു കടയിലോട്ട് കയറി പോയിട്ടാ. ഞാനിവിടെ പോസ്റ്റാണ്. അപ്പോൾ നമ്മളെപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യാറ് ഏറ്റവും റേറ്റൊക്കെ കുറഞ്ഞിട്ട് നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഫ്രാങ്ക്ഫൂട്ടിൽ തന്നെ പിന്നെ ബുക്ക് ചെയ്തത്. ഫ്രാങ്ക്ഫൂട്ടിൽ നിന്നാണ് ടിക്കറ്റ് റേറ്റ്സ് പൊതുവെ കുറവ്. ഇപ്പോൾ നമ്മൾക്കിവിടെ അടുത്ത് വേറെ ഡ്യൂസൽഡോർഫ്, അതുപോലെ ഹാംബുർഗ്, കൊളോൺ, അങ്ങനെ ഡ്രസ്ഡൻ, അവിടെ നിന്നൊക്കെ ഫ്ലൈറ്റുകൾ കിട്ടും. പക്ഷേ ഞാൻ നോക്കുമ്പോഴൊക്കെ അവിടെ റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ഫ്രാങ്ക്ഫൂട്ടാണ് പ്രിഫർ ചെയ്തത്. കുറച്ച് ട്രാവൽ ഉണ്ട് ഇവിടെ നിന്ന് ICക്ക് പോകണം, എന്നാലും ഫ്രാങ്ക്ഫൂട്ടാണ് പ്രിഫർ ചെയ്തത്. ഇനി അടുത്ത പ്രാവശ്യം ട്രാവൽ ചെയ്യുമ്പോൾ ഒന്ന് മാറ്റി പിടിക്കണം. കുറച്ച് ആംസ്റ്റർഡാം അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റി ബുക്ക് ചെയ്യണം എന്നാണ് പ്ലാൻ. ഗൈസ്, കുറച്ച് മുമ്പ് ഇവിടെ ഒരു മനുഷ്യരുണ്ടായില്ല ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത്. ഇപ്പോൾ ഫുൾ ആൾക്കാരെ ഏതോ ട്രെയിൻ വരുന്നുണ്ട്. നിറച്ച ആൾക്കാരെ ഓടിപ്പടച്ചാണ് വന്ന ആൾക്കാർ. ട്രെയിൻ ഏത് വന്നിട്ടുണ്ട്, ഇപ്പോൾ എടുക്കും. അതുകൊണ്ട് എല്ലാവരും ധൃതി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും കയ്യിൽ കുറച്ച് ബാർഗൽഡ് വേണം. അധികമൊന്നും വേണ്ട, ഒരു 50 യൂറോ ഒക്കെ മതി. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്ന് മേടിക്കാം. കൂടുതലും കാർഡ് വെച്ച് നമുക്ക് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കാനിൽ കുറച്ച് ബാർഗൽഡ് എടുക്കാൻ, ക്യാഷ് എടുക്കാൻ വേണ്ടി ATMിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മളിത് IC പിടിക്കാനുള്ള പ്ലാറ്റ്ഫോമിലെത്തി. പിന്നെ നമ്മൾ ഒരു അരമണിക്കൂറൂടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ കാണാൻ. ഇനി നമ്മളപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ ട്രാവലൊക്കെ പോകുമ്പോൾ പൊതിഞ്ഞൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ
ഒരു ബ്രെഡ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പോണ വിശന്നിട്ട്. അപ്പോൾ നിങ്ങളെങ്ങനെ ട്രാവൽ പോകുമ്പോൾ ഇതുപോലെ ബ്രെഡൊക്കെ പൊന്നി എടുക്കാറുണ്ടോ? അപ്പോൾ അടുത്തേക്കൂടെ ഒരു ട്രെയിൻ പോകണ്ട, അതുകൊണ്ട് സൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അതെ, പാവത്തിന് വിശന്നപ്പോൾ ബ്രെഡ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായി, അത് കഴിക്കും. ഭയങ്കര സൗണ്ടാണ്. അടുത്തേക്കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. ഒരു എന്ത് ട്രെയിനാണിത്? ഭയങ്കര സൗണ്ട്. ഇരിക്കാന്ന് ഒരു അടി ഇരിക്കാന്ന്. ഓ എന്ത് ഗൈസ്, മൂന്നിനൊക്കെ കാണാട്ട് ഇവിടുന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന്. ഗൈസ്, ഒരു ലോഡ് വണ്ടികൾ പോകുന്നു, കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? അപ്പം നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായി. ഇനി ഇപ്പോൾ സമയം 9:23, 9:44 നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ വണ്ടി കയറിയിട്ടാണ് ഇനി അടുത്ത നമ്മൾ കാണുള്ളൂ കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ IC കയറി കൊളോണിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ പറയുക, കിടന്നുറങ്ങാം, എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ച് വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് ഉറങ്ങാം. അപ്പം ഇനി നേരം വെളുത്തിട്ടാണോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ അവസാനം ഇന്നലെ കണ്ടത് ബ്രഹ്മനിയിൽ നിന്ന് IC കയറിയിട്ട് ഞങ്ങൾ ടാറ്റ പറഞ്ഞതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ട്രെയിൻ ഒരു മാരകമായ അപൂർവ യാത്രയിലൂടെയൊക്കെ കടന്നുപോയി. ആ ട്രെയിൻ ഒരു വൻ പരാജയമായിരുന്നു. അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. കൊളോണിലോട്ട് പോകേണ്ട ട്രെയിനായിരുന്നു. അത് ട്രാക്കിൻ്റെ പ്രശ്നം കാരണം പിന്നെ റൂട്ട് മാറ്റിയൊക്കെ വിട്ട് ഒരു 11:30 തൊട്ട് പ്രശ്നമായിരുന്നു. പിന്നെ ഒരു 1:30 ശരിക്കും ഞങ്ങൾ കൊളോണിലെത്തേണ്ടതാണ്. പക്ഷേ ട്രെയിൻ ഇതുപോലെ പിടിച്ചിട്ട് ട്രാക്ക് മാറ്റി അങ്ങനെ എന്തൊക്കെയോ. പിന്നെ ഫ്രണ്ടിൽ പോയ ഏതോ ട്രെയിൻ എന്തോ ഇടിച്ചിട്ട് എന്തോ പ്രശ്നമായി, പോലീസുകാർ വന്നു. പിന്നെ അങ്ങനെ പ്രശ്നമായി. മൊത്തം 3 മണി വരെയും ആ ട്രെയിൻ ലോക്കായിപ്പോയി. അതുകൊണ്ട് ഒരുപാട് സ്ട്രെസ്സായിപ്പോയി. അപ്പോൾ ആ ട്രെയിൻ എന്നിട്ട് പിന്നെ ഡോട്ട്മുണ്ടിലേക്ക് റൂട്ട് ട്രാക്ക് മാറ്റി, അതായത് ഡയറക്ഷൻ മാറ്റി വിട്ടു. ഡോട്ട്മുണ്ടിൽ വെച്ചാൽ ട്രെയിൻ ക്യാൻസലായിപ്പോയി, കൊളോണിലേക്ക് പോയില്ല. ഞങ്ങൾ ഡോട്ട്മുണ്ടിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് ഉറക്കപ്പിച്ചാണ് പറഞ്ഞത്. അടുത്ത ട്രെയിൻ എടുത്തേക്കാണ് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ളത്. ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ 8 മണിക്ക് എത്തുമെന്നാണ് കാണിച്ചേക്കാൻ നമുക്ക്. കുറച്ച് നേരം ഉറങ്ങി, ഒരു അരമണിക്കൂർ ഉറങ്ങി. പിന്നെ ഫ്രാങ്ക്ഫർട്ടിൽ ചെന്നിട്ടാണ്. ഞാനിപ്പോൾ ഒരു കോഫി മേടിച്ചിട്ടോ കുടിക്കാനായിട്ട്. നമ്മുടെ നാട്ടിലെ ട്രെയിനെ പോലെ തന്നെ ആൾക്കാർ കോഫി കൊണ്ടുപോയി നടക്കുന്നുണ്ടായിരുന്നു. കഴിച്ച് ഞങ്ങളപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച്, ചായയല്ല, ഞങ്ങളപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ചെറുതായിട്ട് ഉഷാറായിട്ടിരിക്കണല്ലോ. ഞാൻ നിങ്ങൾക്ക് ഡോയ്ച്ചെ ബാൻ്റെ ഇവിടുത്തെ ട്രെയിനിൻ്റെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകണം, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകാം. ട്രെയിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പുറമേ നിന്നാണ് അടിപൊളിയാണ്. നമുക്കിപ്പോൾ ടോയ്ലറ്റിൽ കയറി നോക്കാം. ഇതാണ് DBയുടെ ടോയ്ലറ്റ്. മിററൊക്കെ ഉണ്ട് ഇവിടെ.
വാഷ് ബേസിൻ നല്ല ക്ലീനാണ് അത്യാവശ്യം. ടോയ്ലറ്റ്, പിന്നെ ഇവിടെ വാഷിംഗ് ജെല്ല് കൈ കഴുകാനുള്ള ഹാൻഡ് വാഷ്. അടിപൊളിയാണ് സംഭവം, ക്ലീനാണ് കേട്ടോ നമ്മളെ അടിപൊളി. നമ്മളപ്പോൾ ടെർമിനൽ 3 ഫ്രാങ്ക്ഫർട്ടിൻ്റെ എയർപോർട്ടിൽ എത്തിയിട്ടാ. അപ്പോൾ ഇവിടെ നിന്ന് ബസ് കയറി പോകണം. 2ഉം 3ഉം ടെർമിനലുള്ളവർ ഈ ബസ് കയറി വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ അത് കയറാൻ നിൽക്കുകയാണ്, കയറിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ചെക്കിനും കഴിഞ്ഞ് എല്ലാ ട്രാജഡിയും എല്ലാം കഴിഞ്ഞത് ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ പോകണം. എൻ്റെ ഡ്രീം ലൈനറാണ്. പിന്നെ അബുദാബിയിലേക്ക് പോകാൻ പോകണ കയറിയിട്ടാണ് നമുക്ക്. അപ്പോൾ അതൊരു വല്ലാത്തൊരു യാത്രയായിരുന്നു ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് വരെ ഉള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്ത് ഇരിക്കുകയാണ്. സ്റ്റാനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. ഞാൻ തൊട്ടപ്പുറത്തെ സീറ്റിലായിരുന്നു. ഞാനിങ്ങനെ സ്ക്രീനിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ എത്തിഹാദിൻ്റെ ഒരു ജോയ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ജോയ്സ്റ്റിക്കല്ല, കൺസോൾ പോലെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഗെയിംസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപാടി തുടങ്ങാൻ പോകണേ. ഇവിടെ നിന്ന് ലോങ് ഫ്ലൈറ്റാണ്, 6 മണിക്കൂറുണ്ട്. അതെ, അപ്പോൾ എക്സ്പെക്റ്റിംഗ് ഗുഡ് തിങ്സ്. അപ്പോൾ ഫ്ലൈറ്റ് ഇതേ ടേക്ക് ഓഫ് ചെയ്യാൻ റൺവേയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ചെറിയൊരു പേടി ഉണ്ടാവും ഉള്ളിൽ, എപ്പോഴത്തെ പോലെ. അത് എന്തൊക്കെ ചെയ്താലും മാറാറില്ല, അങ്ങനെയാണത്. അപ്പോൾ ഇതേ ഫ്ലൈറ്റ് സാവധാനം സ്പീഡ് കൂടി വരുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ടേക്ക് ഓഫ് ചെയ്യും. അപ്പോൾ അത് ഏകദേശം പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റ്. പിന്നെ ലോങ് ഫ്ലൈറ്റാണ്, 6 hours ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കണം, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായി പോവും. അതുപോലെ തന്നെ എപ്പോഴും കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ലോങ് ഫ്ലൈറ്റുകൾ എപ്പോഴും നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് കിട്ടാറുള്ളത്. ഈ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ എപ്പോഴും UAE അല്ലെങ്കിൽ ദുബായ് എന്നൊക്കെ ഉള്ള കണക്ഷൻസ് എപ്പോഴും ഒരു ആവറേജ് കണക്ഷൻസ് ആയിരിക്കും ഏതൊരു ഫ്ലൈറ്റ് ആണെങ്കിലും. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങി. അപ്പോൾ നല്ല ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടും അതുപോലെ ചുറ്റുവട്ടമുള്ള കാടും ചെറിയൊരു ഫോറസ്റ്റ് പോലെയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. കാടെല്ലാം തോന്നുന്നു. ബിൽഡിങ്സും അതുപോലെ എല്ലാം കാണാം. ജർമ്മൻ ഔട്ടോബാൻ കാണാം. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണം എന്നാണ് വിചാരിച്ചത്. പിന്നെ കഴിക്കാൻ പറ്റിയില്ല. ഒരു അരമണിക്കൂർ കൂടി ഞങ്ങൾ ലേറ്റായിട്ട് വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്തായാലും മിസ്സായി പോയേനെ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏകദേശം ഫുഡ് അവർ സെർവ് ചെയ്ത് തുടങ്ങി. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് സെലക്ട് ചെയ്തത്. 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാപ്പോഴത്തെയും പോലെ സ്ക്രീനിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക. തുടരും സിനിമയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ടുകൊണ്ടിരുന്നത്. ഇതിൽ 2 പേർക്ക് ഒരുമിച്ച് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഫ്ലൈ ചെയ്ത് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ഏകദേശം ലാൻഡ് ചെയ്യാൻ സമയമായി. ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഞാൻ സ്ക്രീനിൽ നോക്കിയപ്പോഴും എത്താറായി. നന്നായിട്ടൊന്ന് ഉറങ്ങി. പിന്നെന്താണ്, ഫുഡും സർവീസൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ എത്തിഹാദിൻ്റെ. ഇനി അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് എന്തായിരിക്കും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാനിപ്പോഴും പറഞ്ഞ പോലെ തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഇമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അബുദാബിയിൽ വരുന്നത് ഞങ്ങൾ. അപ്പോൾ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. ഇനി നമ്മൾ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് 9 മണിക്കാണ്. അപ്പോൾ അത് പിടിക്കണം അല്ലേ? പറയാനല്ലോ, ടയേർഡായിട്ടിരിക്കുകയാണ്. ഞാൻ മൈക്ക് വെച്ചിട്ടില്ല, അതുകൊണ്ട് സൗണ്ട് അത്ര ക്വാളിറ്റി ഉണ്ടാവാൻ വഴിയില്ല. ഏകദേശം ഞാൻ ആദ്യമായിട്ടാണ് അബുദാബി എയർപോർട്ടിൽ വന്നത്. അടിപൊളിയാണ് കാണാൻ, നല്ല കളർഫുള്ള്, വലിയ മാള് പോലൊരു സെറ്റപ്പ് ഉണ്ട്. സൂപ്പറാണ്. അധികം വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റായ ആകാശ് എയറാണ് എത്തിഹാദിൻ്റെ സെക്കൻഡ് കണക്ഷൻ ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ളത്. അപ്പോൾ അതിൽ കയറി നേരത്തെ കയറ്റിയത് കുറച്ച് എന്താണെന്നറിയില്ല. 1 മണിക്കൂർ മുമ്പ് തന്നെ ബോർഡിങ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവർ. അപ്പോൾ ഈ ഫുഡൊക്കെ വരട്ടെ, വിശക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് കാണാം, ഫുഡ് വരുമ്പോൾ കാണാം.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ശോകം ഫ്ലൈറ്റാണിത്. സ്ക്രീനോ കാര്യങ്ങളോ ഒന്നുമില്ല, ബ്ലാങ്കറ്റ് പോലും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഷർട്ടൊക്കെ ഇട്ട് മൂടിയാണ് കാലൊക്കെ ചൂട് പിടിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പം നമ്മൾ കൊച്ചിയിലെത്തിയത് ബാഗേജൊക്കെ കളക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിനി വണ്ടി കയറിയിട്ട് കാണാം, കസ്റ്റംസ് ഓടിക്കാൻ നോക്കാം നമുക്ക്. ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടോ, അമ്മയും ചേച്ചിയും അളിയനും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെ കണ്ട സന്തോഷത്തിൽ വീഡിയോ എടുക്കാൻ ഞാൻ ബാക്കി മറന്നുപോയി, സമയം കിട്ടിയില്ല. ഈ വീഡിയോന് എനിക്ക് നല്ലൊരു എൻഡിങ് കൊടുക്കാൻ പറ്റിയില്ല, എല്ലാവരും ക്ഷമിക്കണം. അപ്പം നാട്ടിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചൂസ്.